രാജ്യം കണ്ണീരിലാണ്ട വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിലപാടിൽ മാറ്റമില്ലാതെ കേന്ദ്ര സർക്കാർ. പ്രത്യേക പാക്കേജ് ഇല്ലെന്ന് ആവർത്തിക്കുന്നതിന് പിന്നാലെ വ്യോമസേനയുടെ സേവനത്തിന് 132 കോടി രൂപ ആവശ്യപ്പെടുകയുമാണ്. കേരളം പണമടയ്ക്കണമെന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ കത്ത് സംസ്ഥാന സർക്കാർ ഇന്ന് പുറത്തുവിട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഈ കത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? പ്രത്യേക പാക്കേജ് അനുവദിക്കുകയും ചെയ്തില്ല, മാത്രമല്ല സേവനത്തിന് ഇപ്പോഴിതാ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മോത്തി, ഒക്ടോബർ മാസം 22-ാം തീയതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്തിന് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 132 കോടി രൂപ ഈ പ്രതിരോധ മന്ത്രാലയത്തിന് വന്ന ചെലവ്, വയനാട് ദുരിതാശ്വാസം ദുരന്തം നേരിടുന്നതിന് നടത്തിയ ഇടപെടലുകൾക്കുമായി ബന്ധപ്പെട്ട ചെലവുകൾ, അത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ചെലവാണ് കണക്കൂട്ടുന്നത്. 132 കോടി രൂപ ഈ ഇനത്തിൽ ചെലവായിട്ടുണ്ടെന്നും ഇതിൻ്റെ പണം കേരളം അടച്ചതായി 30/9/2024 വരെയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നില്ല എന്നതുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ദുരന്തം നേരിടുന്നതിന്, രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ മന്ത്രാലയത്തിന് സേനകളിലൂടെ വന്ന ചിലവ് സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നത് തന്നെയാണ്. അതിനുശേഷമാണ് നവംബർ മാസം 19-ാം തീയതി ഒരു യോഗം ചേർന്നിട്ടുണ്ട്. നവംബർ മാസം 16-ാം തീയതി IMCTയുടെ ഒരു യോഗം ചേർന്നു. നിർദ്ദേശപ്രകാരം ഉന്നതതല സമിതി യോഗം ചേർന്നു. അതിനുശേഷം 153 കോടി രൂപ ഇതിനായി നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേരുകയും 153 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ചെലവ് സംസ്ഥാനത്തിൻ്റെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് വേണം ചെലവഴിക്കേണ്ടി വരിക. അതായത് ഈ തുക കുറച്ചുള്ള വകയിരുത്തലായിരിക്കും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുക. ശരി പ്രശാന്ത്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇരുട്ടടി പോലെ സർക്കാരിന് വന്നു ചേർന്നിരിക്കുന്നത്.